അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പൊ യൂട്യൂബിൽ നമ്മൾ കുറെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ അടുത്ത് നമുക്ക് ഇറങ്ങിയൊരു ഫീച്ചറാണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഫീച്ചർ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലര് ലോങ് വീഡിയോസിന് നമുക്കിപ്പോ കമന്റിന്റെ അടുത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പൊ ഹൈപ്പ് എന്താണ്, ഏത് വീഡിയോസിനൊക്കെയാണ് നമ്മൾ ഹൈപ്പ് ചെയ്യാൻ പറ്റുക, ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഗുണം, അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എന്താണ് ഗുണം, സബ്സ്ക്രൈബേഴ്സിന് എന്താണ് ഗുണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഇപ്പൊ നമ്മൾ സാധാരണ കൂടുതൽ ആളുകളും ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഇപ്പൊ കുറച്ച് സമയം കിട്ടിയ എന്നാൽ 2 റീല് കാണാം, 2 ഷോർട്സ് കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. കാരണം എല്ലാവരും തിരക്കിലാണ്, പലരും ബിസിയാണ്. അപ്പൊ നമ്മൾ ലോങ് വീഡിയോയിലേക്ക് അധികം അങ്ങോട്ട് ചില സമയത്ത് അതിനുള്ളൊരു പബ്ലിസിറ്റിയിൽ കിട്ടാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ കാണുന്നത്. കാര്യം നമ്മളിപ്പോ എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള വീഡിയോ ആണെങ്കിൽ നമ്മളത് കാണും. ലോങ് വീഡിയോ ആണെങ്കിലും ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ലോങ് വീഡിയോനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പൊ ഹൈപ്പ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഒരു ലോങ് വീഡിയോ നമ്മൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു 7 ദിവസം വരെ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ നമുക്കിപ്പോ നമ്മളൊരു വ്യൂവറിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഒരു വ്യൂവർ ഒരു ലോങ് വീഡിയോ കാണുന്നു. അപ്പോൾ അവർക്ക് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണിക്കുമ്പോൾ നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളത് ലൈക്ക് ചെയ്യും, നമ്മൾ സാധാരണ കമന്റ് ചെയ്യുകയാണ് ചെയ്യാറ്, അല്ലെങ്കിൽ ഷെയർ ചെയ്യും. അപ്പം അതിന് കൂടാതെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, ഒരു അഡീഷണൽ സ്റ്റെപ്പാണ് ഹൈപ്പ് കൊടുക്കാന്നുള്ളത്. അപ്പൊ പേര് പോലെ തന്നെ നമ്മൾ ആ വീഡിയോക്ക് ഒരു ഹൈപ്പ് കൊടുക്കണം. അപ്പൊ നമ്മൾ അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യും. അതിനൊരു പോയിന്റ്സ് യൂട്യൂബ് വരെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഹൈപ്പ് ചെയ്യുന്നതിലൂടെ വ്യൂവേഴ്സിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വീഡിയോസ് നമ്മൾ ഹൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു വ്യൂവേഴ്സിന് ഒരു ഹൈപ്പ് ബാഡ്ജ് നമുക്ക് കിട്ടും പിന്നീട്. അതായത് ഇത്ര വീഡിയോസ് നമ്മൾ ഹൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബാഡ്ജ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ ഇത്രയും വീഡിയോസിന് ഹൈപ്പ് കൊടുത്ത ഒരു വ്യൂവർ ആണെന്നുള്ള രീതിയിൽ. അപ്പൊ അത് വ്യൂവർ എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു എൻകറേജ്മെന്റ് ആണ്. ഇനി കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സ് മുതൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ളവർക്കാണ് ഈ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പൊ 500 സബ്സ്ക്രൈബർ ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ച് ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് വെച്ചിട്ട് നമുക്കൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്താൽ അതിന് ഒരു വ്യൂസ് കിട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഹൈപ്പ് എന്നുള്ള ഫീച്ചർ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു കണ്ടന്റ് ആയിരിക്കും, ചിലപ്പോൾ വെറൈറ്റി ആയിരിക്കും. പക്ഷെ ആളുകളിലേക്ക് അധികം റീച്ച് ചെയ്യപ്പെടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ ആൾക്കാർ കണ്ടു, പെട്ടെന്ന് സ്വൈപ്പ് ചെയ്ത് പോയി, അല്ലെങ്കിൽ ഇവ എൻഗേജിങ് ആണെങ്കിലും കുറച്ച് പേര് കണ്ടു പിന്നീട് ഷെയർ ചെയ്തില്ല, അത് അവിടെ നിന്ന് പോകും യൂട്യൂബിന്റെ ഒരു അൽഗോരിതം വെച്ച്. അപ്പൊ ഈ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ആ ഒരു പോയിന്റ്സ്, ഒരു ഹൈപ്പ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റ്സും യൂട്യൂബ് കൊടുക്കുന്നത് സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് അനുസരിച്ചാണ്. അതായത് ഇപ്പൊ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററിന്റെ ഒരു വീഡിയോ നിങ്ങൾ വ്യൂവർ എന്നുള്ള രീതിയിൽ ഹൈപ്പ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1200 അല്ലെങ്കിൽ 750 പോയിന്റ്സ് വരെ ആ വീഡിയോസിന് കൊടുക്കാം. 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ആണെങ്കിൽ അവർക്ക് ഓൾറെഡി അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബ് ഓൾറെഡി കുറെ പേരുടെ ചാനൽ ഹോമിൽ അത് സജസ്റ്റ് ചെയ്യും. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇത്രയും കൂടുതലുള്ളതിൽ അവർക്ക് മുഴുവൻ നോട്ടിഫിക്കേഷൻ വരും. അവരുടെ വ്യൂസ് ഓൾറെഡി അവർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബ് അവർക്ക് കുറച്ച് പോയിന്റ്സ് ആണ് ഹൈപ്പിന് കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ 50 പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ 75 പോയിന്റ് ആയിരിക്കാം. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് സ്മോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ്. അതായത് അപ്കമിങ് സ്മോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ്, എസ്പെഷ്യലി വിത്ത് ലോങ് വീഡിയോസ്. അപ്പൊ നമ്മൾ ലോങ് വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യാനും സ്മോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കയറി വരാനും യൂട്യൂബ് ഒരുക്കുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. ഇനി എങ്ങനെയാണ് നമ്മൾ ഹൈപ്പ് ചെയ്യാൻ പറ്റുക? അപ്പൊ നമ്മൾ നോർമലി നമ്മൾ കാണാറുണ്ട്, ഒരു ലോങ് വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യൂവറിനെ സംബന്ധിച്ച് ഒരു ലോങ് വീഡിയോ കാണുമ്പോൾ അവർക്ക് ലൈക്കിനുള്ള ഓപ്ഷൻ ഉണ്ടാവും, കമന്റിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ കമന്റിന്റെ അവിടെ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ കാണിക്കും ഹൈപ്പ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോങ് വീഡിയോ ലൈക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ കമന്റ്സിന്റെ തൊട്ടപ്പുറത്ത് ഒരു ടാബ്, ഒരു 2 ഡോട്ട് കാണാം. ആദ്യത്തെ ഡോട്ട് കമന്റ് ആയിരിക്കും, അടുത്തൊന്ന് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്താൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഹൈപ്പ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്ര പോയിന്റ്സ് വെച്ച് നമുക്ക് ഹൈപ്പ് ചെയ്യാം ഈ വീഡിയോനെ എന്നുള്ളത് കാണിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് അനുസരിച്ച് ഓരോ സബ്സ്ക്രൈബറിന്റെ റീച്ച് അനുസരിച്ച് അവര് ആ പോയിന്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു വീഡിയോക്ക് ഒരു 1500 പോയിന്റ്സ് ഹൈപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ വ്യൂവറിന് ഹൈപ്പ് 1.8K പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ അത്രയും പോയിന്റ്സ് ആ വീഡിയോന് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഹൈപ്പ് പോയിന്റ്സ് ആയിട്ട്.
നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ് ഹൈപ്ഡ് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് പോകുമ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ അതിൽ ആദ്യത്തെ ടാബ് എന്ന് പറഞ്ഞാൽ ടോപ്പ് 100, അതായത് ടോപ്പ് 100 ആയിട്ട് ഹൈപ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ്, ടോപ്പ് ഹൈപ്പ് 1, ടോപ്പ് ഹൈപ്പ് 2, അങ്ങനെ നമുക്ക് 100 വരെ കാണാം. അത് നമുക്കൊരു വ്യൂവേഴ്സിനെ സംബന്ധിച്ചൊരു നല്ല പ്ലാറ്റ്ഫോമാണ്. അടുത്ത ആൾക്കാർക്ക് നമുക്ക് നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ള ആ ഒരു വീഡിയോസ് കാണാനുള്ള ഒരു സജഷൻ പോലെയും കൂടെയാണ്. തൊട്ടപ്പുറത്തൊരു ടാബ് ഉണ്ട് മൈ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഏതൊക്കെ വീഡിയോസ് ഹൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ രണ്ട് രീതിയിലും അത് ഗുണകരമാണ് ഈ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക്, ഒരു ലോങ് വീഡിയോയ്ക്ക് മാക്സിമം ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും ടോപ്പ് ഹൈപ്പ് 1 ഏകദേശം ഒരു 3.2 ലക്ഷം ഹൈപ്പ് പോയിന്റ്സ് വരെ കിട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അത്രമാത്രം ഒരു വിസിബിലിറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ് ലോങ് വീഡിയോസിന്. അപ്പൊ അതെന്തായാലും ഈ ഹൈപ്പ് ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം അത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും വ്യൂവേഴ്സിനെയും സംബന്ധിച്ച് ഒരുപോലെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ ചില കൺട്രീസിൽ ഹൈപ്പ് വിത്ത് കോസ്റ്റ് ആണ്, ചില കൺട്രീസിൽ ഹൈപ്പ് വിത്തൗട്ട് കോസ്റ്റ് ആണ്. അപ്പോൾ 1-2 കൺട്രീസിൽ മാത്രമേ ഹൈപ്പ് വിത്ത് കോസ്റ്റ് ഉള്ളൂ, നമുക്ക് പേ ചെയ്താലേ ഹൈപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷെ ഇന്ത്യയിലടക്കം ഒരു ലിസ്റ്റ് ഓഫ് കൺട്രീസിൽ നമുക്ക് പേ ഒന്നും ചെയ്യേണ്ട, ഒരു പൈസ പോലും മുടക്കാതെ നമുക്ക് വീഡിയോ നമുക്ക് ഹൈപ്പ് ചെയ്യാം. ഇനി അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് കാണിച്ചു തരാം. നമ്മളിത് ഇന്നിട്ടൊരു വീഡിയോ ആണ്. ഇവിടെ നമുക്ക് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ നോർമലി. അപ്പം നമ്മളത് ലൈക്ക് പ്രസ് ചെയ്തു. അപ്പം തന്നെ ഇവിടെ ഒരു ബട്ടൺ വന്നു കണ്ടോ, ഇവിടെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടു. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്നതാണ് ഹൈപ്പ്. അപ്പോൾ കമൻസിന്റെ തൊട്ടപ്പുറത്ത് ടാബായിട്ടാണ് രണ്ടാമത്തെ കുത്ത് ഇവിടെ കാണിക്കുന്നത്. അവിടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഹെൽപ്പ് യുവർ ഫേവറേറ്റ് ചാനൽ ബി ഡിസ്കവേർഡ് വെൻ യു ഹൈപ്പ്. അപ്പോൾ നമുക്ക് ഇത്ര ആൾക്കാർ ഈ വീഡിയോയിൽ നമ്മൾ ഹൈപ്പ് ചെയ്ത് ഇത്രയും പോയിന്റ്സ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് മാക്സിമം ആസ് എ വ്യൂവർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 1.8K പോയിന്റ്സ് ആണ്. അപ്പോൾ സ്മോൾ ക്രിയേറ്റർ ബോണസ് പോയിന്റ്സ് അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ അത് ഹൈപ്പ് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഇവിടെ വന്നു. ആ പോയിന്റ്സ് കൂടിയിട്ട് ഹൈപ്പ് ദിസ് വീഡിയോയിൽ ഇവിടെ നമ്മുടെ ആ 1.8K ആ ഒരു ഹൈപ്പ് പോയിന്റ്സ് കൊണ്ട് കൂടി 11,100 ഹൈപ്പ് പോയിന്റ്സ് ആയി ഓൾറെഡി. ഇനി നമ്മൾ ലീഡർ ബോർഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കാണിക്കാം ഹൈപ്പ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതിൽ ടോപ്പ് 100ൽ കാണിക്കുന്നതാണ് ഇത്. ഹൈപ്പ് 1, ഹൈപ്പ് 2. അപ്പം ഇതിനകത്ത് നമുക്ക് ചിലതിൽ കാണിക്കും എത്ര ഹൈപ്പ് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ഇതൊക്കെയാണ് അത്. ഇനി തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈ ഹൈപ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു വീഡിയോ ആണ് ഹൈപ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വന്നു. ഇതാണ് നമ്മുടെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഇനി ഒരു വ്യൂവറിന് ഏകദേശം ഒരു 3 വീഡിയോസ് വരെ നമുക്ക് ഒരാഴ്ച ഹൈപ്പ് ചെയ്യാൻ പറ്റും. മേ ബി 3 ഡിഫറെൻറ്റ് വീഡിയോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ നമുക്ക് 3 പ്രാവശ്യം ഹൈപ്പ് ചെയ്യുമ്പോൾ അത്രമാത്രം പോയിന്റ്സ് ആ വീഡിയോന് കയറും. ഇങ്ങനെയൊക്കെയാണ് അതിന്. അപ്പോൾ ഓരോ മൺഡേയുമാണ് അത് റീസെറ്റ് ആവുന്നത്. അപ്പോൾ ഒരാഴ്ചയിൽ നമുക്ക് സൺഡേ വരെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കൂ, ഞാൻ പറയാം. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ഒരു ഫീച്ചറാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നതോടൊപ്പം ലോങ് വീഡിയോസ് നിങ്ങൾ ഹൈപ്പും കൂടെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.